ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയൊരുക്കി വീണ്ടും ഒരു വിഷുദിനം കൂടി എത്തിയിരിക്കുകയാണ്. മഞ്ഞയണിഞ്ഞ് കൊന്ന മരക്കൊമ്പിലിരുന്ന് വിഷുപക്ഷി വിളിച്ചുണർത്തുമ്പോൾ അത് മലയാളിയുടെ മണ്ണിനെ മനസ്സിനെ തന്നെയാണ് പാടിയുണർത്തുന്നത്. വിഷു കിളി കണി പൂകൊണ്ടുവാ, മലർ കുടന്നയിൽ തേനുണ്ണാൻ വാ, സിന്ദൂരവും തൃച്ചാന്തും ചാർത്തേണ്ടേ. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. പ്രാദേശികമായി വ്യത്യാസമുണ്ടെങ്കിലും പ്രകൃതിയെ പകർത്തിവെക്കുന്ന വിഷുക്കണിക്ക് സമാനതകൾ തന്നെയാണ് കൂടുതലും. കാലം എത്ര കഴിഞ്ഞാലും വിഷു ആഘോഷങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം അന്നും ഇന്നും എന്നും വിഷു ഒരു വികാരം തന്നെയാണ്. മലർമാന്തിൻ കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ പാടും കുഴലൂതി, ചിലുചിലേ ചെല്ലും കിണങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. അസുവിനറിയോ ഈ പാട്ട് ആരാ എഴുതിയെന്ന്? പൂന്താനം നമ്പൂതിരിപ്പാട് എഴുതിയതാണെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ തലമുറകളായിട്ട് അതിങ്ങനെ പാടി പാടി ഇന്ന് നാം കാണുന്ന ഈ പാട്ടിലെത്തിയതിനൊരു പിന്നിലൊരു ചരിത്രമുണ്ട്. എന്താണത്? ദേവരാജൻ മാഷെ അറിയില്ലേ അസുനെ? ദേവരാജൻ മാഷാണ് സംഗീതം കൊടുത്തത് ഇതിന്. ദേവരാജൻ മാഷെ തൻ്റെ കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ ഈ പാട്ട് പാടുമായിരുന്നു അത്രേ. അമ്മ ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ചൊല്ലും. അപ്പം അമ്മ ഈ പാട്ടിങ്ങനെ പാടും. അപ്പം അന്ന് പ്രത്യേകിച്ച് അതിന് ഈണൊന്നുമില്ല. പക്ഷെ വലുതായപ്പോൾ മാഷത് ഇന്ന് കാണുന്ന സംഗീതത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ 1964 ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ് ഈ പാട്ട് വരുന്നത്. ചരിത്രമുണ്ട്. വിഷു എന്ന് പറയുമ്പം അസുവിന്റെ മനസ്സിലേക്ക് ആദ്യം എന്താ ഓടിയെത്തുന്നത്? ആദ്യം എന്താണ്? വിഷുക്കൈ നീട്ടാണ് അല്ലേ? ആ വിഷുക്കൈ നീട്ടം പ്രത്യേകതയുണ്ട്. എന്റെ അച്ഛൻ വിഷുക്കൈ നീട്ടം തരും, സ്വർണ്ണ നാണയം തരും. അത് കഴിഞ്ഞ് വിഷു കഴിയുമ്പോ അപ്പൊ തന്നെ വാങ്ങും ചെയ്യും. അച്ഛൻ തിരിച്ചെടുക്കൂല്ലേ? പിന്നെ എന്തൊക്കെയാണ് അസുവിന്റെ കുട്ടിക്കാലം എവിടെയായിരുന്നു? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഗൾഫിൽ തന്നെയാ, ദുബായിലായിരുന്നു. അപ്പൊ അവിടെ ഫ്ലാറ്റിലായിരിക്കും വിഷു. എനിക്ക് തോന്നി ഇത്ര വലിയൊരു സെറ്റപ്പിലൊന്നും ആവില്ല അല്ലേ? ഇത്ര സെറ്റപ്പ് നാട്ടിലത്തെ വിഷു ഗൾഫിലത്തെ വിഷു ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ചെറിയ പ്ലേറ്റിലായിരിക്കും. ഉരുളിയൊന്നും ആ സമയത്തൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ചെറിയൊരു പ്ലേറ്റിൽ ഇത്തിരി അരി, പിന്നെ ഫോട്ടോ വെക്കും, കൃഷ്ണന്റെ വിഷുക്കണി അങ്ങനെയാണോ? ടീച്ചറുടെ വിഷു എങ്ങനെയാ? ഈ എനിക്ക് തോന്നുന്നു കുറേ തരത്തിലുള്ള വിഷു എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ വിഷു എന്ന് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരുന്നത് കുട്ടിക്കാലത്തെ വിഷു തന്നെയാണ്. അത് ഇതുപോലെയല്ലായിരുന്നു അസു. ഒരു മുറിയുടെ പകുതി ഭാഗവും വിഷു കാഴ്ചകളായിരിക്കും. കുട്ടിക്കാലത്തൊക്കെ അച്ഛമ്മ ഒരുപാട് മൺകലങ്ങൾ, അതിന് വിഷുവിൻ്റെ ഒരുക്കം ഒരു 2-3 മാസം മുന്നേ തുടങ്ങും. മൺകലങ്ങളാണ് ആദ്യം വെക്കുക. ഈ മൺകലങ്ങൾ വാങ്ങി വെച്ചിട്ട് പിന്നീട് ഈ മൺകലങ്ങളിലെല്ലാം പല തരത്തിലുള്ള അരികൾ, പുഴുക്കലരി, പച്ചരി, ഉണക്കലരി, അങ്ങനെ പല തരത്തിലുള്ള അരികൾ, നെല്ല്, ഇതൊക്കെ വെക്കും. പിന്നീട് കുറേ പച്ചക്കറികൾ, കണിവെള്ളരി തൊട്ട് എല്ലാ പച്ചക്കറികളും ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കും. പിന്നെ ദേവീദേവന്മാരുടെ, ഇന്നത്തെ പോലെ കൃഷ്ണന്റെ ഫോട്ടോ മാത്രമല്ല, ദേവീദേവന്മാരുടെ കുറേ ഫോട്ടോകൾ, കുറേ വിളക്കുകൾ. വിഷുത്തലേന്ന് പറഞ്ഞാൽ ഉറക്കുണ്ടാവില്ല, കണ്ണടച്ച് കിടക്കും. അച്ഛമ്മയുടെ വിളി എപ്പോഴാ വരുന്നതെന്ന് നോക്കിയിട്ട്. അച്ഛമ്മയുടെ കൈകൾക്കൊരു തണുപ്പുണ്ടായിരുന്നു. അത് അച്ഛമ്മ ആദ്യം കിണ്ടിയിലെ വെള്ളം കൊണ്ട് കൈയൊക്കെ കഴുകിയിട്ടാണ് വരിക. അപ്പൊ അന്ന് വിളിച്ചു കൊണ്ടുപോയി കണ്ണടച്ച് വിഷുക്കാഴ്ച കാണിക്കുമ്പോൾ അതെന്തോ ഒരു അനുഭവം പറയാൻ പറ്റില്ല. ഒരുപാട് മഞ്ഞ വെളിച്ചത്തിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന ഒരു അനുഭവം, അതെൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ഓർമ്മയാണ്. പിന്നീട് അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലും അച്ഛൻ്റെ കൈനീട്ടം കിട്ടലും, അതൊക്കെയാണ് കുട്ടിക്കാല ഓർമ്മകൾ എന്ന് പറയുന്നത്. പിന്നീട് ഫ്ലാറ്റിലേക്ക് ജീവിതം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ്. പിന്നെ അതെ 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 അതെ. വിഷു എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ അസുവിന്? എന്താണ് വിഷു എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിഷു എന്റെ ഒരു ഉദ്ദേശം അത് ശരി. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷുവം എന്ന് പറഞ്ഞൊരു പദത്തിൽ നിന്നാണ് വിഷു എന്ന് പറഞ്ഞ പദം ഉണ്ടായത്. തുല്യമായത്, അതായത് ഈക്വൽ, അതാണ് അർത്ഥം. ദിനരാത്രങ്ങൾ ഒരുപോലെയുള്ള, അതായത് മേടം 1-നാണ്, മലയാള മാസം ആണ്. നമ്മള് മലയാളികള് പുതുവർഷമായിട്ടും വിഷു ആഘോഷിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞല്ലോ പഴയ കണിയെ കുറിച്ച്. ഇപ്പോഴത്തെ കണികൾ എങ്ങനെയാ? ഇപ്പോഴത്തെ കണി എനിക്ക് തോന്നുന്നു കൂടുതൽ ഉരുളിയിലാണ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറയാം. ആദ്യം കൃഷ്ണനെ ഒരുക്കും, ഓടക്കുഴലും മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് കൃഷ്ണനെ ഒരുക്കും. കൃഷ്ണനെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണന്റെ മുന്നിൽ നമ്മുടെ ഓട്ടുരുളി വെക്കും. അതിനുശേഷം ഉരുളിയിലേക്ക് ഉണക്കലരി ഇടുക ചെയ്യാം. ഉണക്കലരി നിറയ്ക്കും.
ഉണക്കലരി നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ വെള്ളരിക്കയാണ് ആദ്യം വെക്കുക. വെള്ളരിക്ക വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാമ്പഴം വെക്കും. മാമ്പഴം സുബ്രഹ്മണ്യന് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണെന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ പിന്നിൽ. പിന്നെ വെക്കുന്നത് ചക്കയാണ്. ചക്ക ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ വെക്കുന്നതാണ് പഴം. പഴം സാധാരണഗതിയിൽ കദളിപ്പഴമാണ് പറയുക, അല്ലെങ്കിൽ ഇല്ലാച്ച സാധാരണ പഴവും നമ്മൾ വെക്കും. ഈ പഴം ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ പൈനാപ്പിള്, പിന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ വെക്കാം. അതിനുശേഷം വിളക്കൊരുക്കും. വിളക്ക് തുടച്ച് വൃത്തിയാക്കി വെച്ച വിളക്കിലേക്ക് എണ്ണ ഒഴിക്കും, അതിൽ തിരിയിടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു തളികയിൽ പിന്നെ മുണ്ട്, നമ്മളെ കോടിമുണ്ട് വെക്കും. കോടിമുണ്ടിലാണ് അടക്ക, വെറ്റില, പിന്നെ വാൽക്കണ്ണാടി, അതിന് തൊട്ട് ഉരുളിയിൽ തന്നെയാണ് വാൽക്കണ്ണാടി വെക്കുക. അടക്ക, വെറ്റില, പിന്നെ പണം, അതുപോലെ സ്വർണം, അതൊക്കെ അതിൻ്റെ മേലെ വെക്കുക. വേറെ ഒരു തളികയിൽ നമ്മുടെ എന്തെങ്കിലും ഗ്രന്ഥപുസ്തകം, ഭാഗവതം, രാമായണം, അതൊക്കെ വെക്കും. അതിന് ശേഷമാണ് വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ വെച്ച് കണി ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണിക്കൊന്ന വയ്ക്കും. അങ്ങനെയാണ് ചെറിയ തോതിൽ വിഷുക്കണി എന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അസോട്, പല നാട്ടിലും പല രീതിയിലാണ് വെക്കുന്നത്. ഏകദേശം കൃഷ്ണനെയൊക്കെ ഇങ്ങനെ കാണുക എന്നുള്ളത് തന്നെയാണ് സങ്കല്പം എന്ന് പറയുന്നത്. കൃഷ്ണനെ വെക്കുന്നതിൽ എന്താണ് ഐതിഹ്യം? വിഷുവിൻ്റെ പിറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് കൃഷ്ണൻ്റെ കഥ എന്നുള്ളത്. നരകാസുരൻ എന്ന അതിഅഹങ്കാരിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഇയാളെല്ലാവരെയും, എല്ലാ സിദ്ധന്മാരെയും രാജാക്കന്മാരെയും ദേവന്മാരെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം സ്ത്രീകൾക്ക് പോലും രക്ഷയില്ലാതെയായി. അങ്ങനെ ദേവന്മാരൊക്കെ ചെന്ന് ശ്രീകൃഷ്ണനോട് തങ്ങളുടെ സങ്കടം പറയാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്നും പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സങ്കല്പങ്ങളാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ അസു, വിഷുക്കണി എന്ന് പറയുന്ന ഒരു വർഷത്തെ ഐശ്വര്യത്തിൻ്റെതാണ്. എല്ലാവർക്കും നല്ല കണി ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം, സമ്പൽ സമൃദ്ധി ഉണ്ടാവണം, ഇതൊക്കെ തന്നെയാണ് വിഷു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പിന്നെ വിളവെടുപ്പിൻ്റെയും കൂടി ഉത്സവമാണ്. കാരണം വേനൽക്കാല പച്ചക്കറികളുടെ കൂടി ഉത്സവമാണ്. നമ്മൾ ഓണവും അങ്ങനെയല്ലേ പറയാറ്. അപ്പം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവം കൂടിയാണ് വിഷു എന്നത്. പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരു ആണ്ടിൻ്റെ പിറവിക്ക് ടീം മീഡിയയുടെ വിഷു ആശംസകൾ.